ബഹുമാനപ്പെട്ട അംഗം ശ്രീ ചന്ദ്രശേഖരൻ അദ്ദേഹം ഇവിടെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപക്ഷെ തോന്നുന്നത് എന്തിനാണ് ഈ ഭൂതത്തിനെ കുടത്തിൽ നിന്ന് ഇറക്കിയെന്നുള്ളതാണ്. അദ്ദേഹം നീണ്ട ലിസ്റ്റാണ് ഇവിടെ പോലീസിൻ്റെ അതിക്രമത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഇപ്പോൾ ഇവിടെ വാർത്തയായിട്ട് വരുമ്പോൾ ഇത് കുറച്ചു കാലമായിട്ട് ഈ വിഷയത്തിൽ സത്യത്തിൽ ഈ പോലീസ് നടത്തുന്ന ഒരുപാട് ജനകീയ ഇടപെടലുകളെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെ ഇതിനെ കാണാതിരിക്കാൻ കഴിയില്ല. സർ, കേരളത്തിലെ പോലീസിനെക്കുറിച്ച് ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷൻ ഏറ്റവും അഴിമതി കുറഞ്ഞ ഒരു പോലീസ് സേനയാണെന്നുള്ളത് കണ്ടെത്തിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. ഇതോടൊപ്പം തന്നെയാണ് നമ്മുടെ പോലീസിൻ്റെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 6 ലക്ഷം FIRകളാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ചുരുക്കത്തിൽ 10 ലക്ഷത്തോളം പരാതികൾ. ഇതിനകത്തെ കൺവിഷൻ റേറ്റ് എന്ന് പറയുന്നത് 90%. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ കുറ്റവാളികളെ ശിക്ഷിക്കുന്ന രൂപത്തിൽ വളരെ ശാസ്ത്രീയമായി പോലീസ് സേന ഇടപെട്ടുകൊണ്ട് ഇത്രയും കേസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇതിനിടെ ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷേ മഹാഭൂരിപക്ഷവും അങ്ങനെയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ വർഗീയതയില്ലാത്ത സംസ്ഥാനം, വർഗീയ കലാപമില്ലാത്ത സംസ്ഥാനമാണ്. കേരളത്തിലെ പൊതുവേ ഉള്ള ക്രമസമാധാനത്തെക്കുറിച്ച് ഇവിടെ കടന്നു വരുന്ന ആളുകൾ, വിദേശത്തുനിന്ന് വരുന്ന ആളുകൾ ഉൾപ്പെടെ ഏറ്റവും മികച്ച അഭിപ്രായം പറയാം. സാർ, ഞാൻ സമയക്കുറവുകൊണ്ട് ഒരു കാര്യം മാത്രമാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വളരെയേറെ അഭിമാനത്തോടെ ആരാധിക്കുന്ന ഒരാളാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം. കഴിഞ്ഞ ദിവസം നടത്തിയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണാനിടയായി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്: ഞാൻ അക്ഷമനായിരുന്നു, ഹൃദയം പറന്നെത്തി ശസ്ത്രക്രിയ വഴി ഒരു ജീവനെ ഉണർത്തേണ്ടതുണ്ട്, കൃത്യസമയത്ത് ഹൃദയം എത്തിക്കണം. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഇത് ലിസി ആശുപത്രിയിലേക്ക് ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് ഈ ഹൃദയം ഇവിടെ എത്തിക്കണം. ഫോണിൻ്റെ മറുവശത്തു നിന്നുള്ള ചോദ്യം: ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ ഞങ്ങളൊക്കെ പോലീസുകാരാണോ എന്ന് പറയുന്നത് എന്തർത്ഥം? ADGP ശ്രീജിത്ത് IPS തിരുവനന്തപുരത്ത് നിന്നും ഡോക്ടറോട് പറഞ്ഞൊരു വാചകമാണ്. പാതിരാത്രിയിലാണ് വിളിക്കാൻ പറഞ്ഞത്. സർ, പോലീസിൻ്റെ ഇടപെടൽ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് കൊല്ലം സ്വദേശിയായ ആ 13-കാരിയുടെ ഹൃദയം മെടിക്കുന്നതെന്നുള്ളത് കേരള പോലീസ് നടത്തിയിട്ടുള്ള ഏറ്റവും മികച്ച സേവനത്തിൻ്റെ ഒരു ഭാഗമാണ്. സോ, ഒരു ഒറ്റ കാര്യം കൂടി, എൻ്റെ നിയോജക മണ്ഡലത്തിൽ കോടതി വിധി പ്രകാരം ഇറക്കി വിട്ട ഒരു കുടുംബം ഉണ്ടായിരുന്നു. സർ, ബബിത ഷാനവാസിനെ കോടതി വിധി പ്രകാരം പോലീസ് ഇറക്കി വിട്ടു. അതേ പോലീസ്, കാഞ്ഞിരപ്പള്ളി പോലീസ് തന്നെ അവർക്ക് വീട് വെച്ച് കൊടുത്ത് ഇന്ന് പട്ടിമറ്റം എന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളിയിലെ സ്ഥലത്ത് അവർ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന കേരള പോലീസിൻ്റെ മാതൃകപരമായ ഇടപെടലിൻ്റെ ഭാഗമാണ്. ഞാൻ സൂചിപ്പിച്ചത് കേരള പോലീസ് ഇതുപോലെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട്. ഒറ്റപ്പെട്ട വിഷയങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ്റിനുള്ള ഇച്ഛാശക്തിയുണ്ട്. ഡോക്ടർ പെരിയപുരത്തിൻ്റെ ഒരു വാചകം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്രയേറെ പ്രയത്നിച്ച കേരള പോലീസിനെക്കുറിച്ച് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെ മാനവീയത ഉൾക്കൊള്ളുന്ന ഒരു ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനാകുമെന്ന് അദ്ദേഹം ചോദിച്ച ചോദ്യം അക്ഷരാർത്ഥത്തിൽ എത്രയോ അർത്ഥപൂർണ്ണമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സാർ, അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട വിഷയങ്ങളിൽ ഈ ഗവൺമെന്റ് നല്ല പ്രവർത്തനങ്ങളെ സംസ്കരിക്കാനുള്ള നിലപാട് തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ഒരിക്കൽ